ഇറങ്ങി എങ്ങോട്ടെങ്കിലും ഓടിക്കളഞ്ഞാലൊന്ന് ആലോചിക്കാൻ വേണ്ട. പക്ഷേ എങ്ങോട്ട് ഓടും ഈ മരുഭൂമിയിൽ? എവിടെ ചെന്നാലും ഈ ചൂട് തന്നെ. ഒരു രക്ഷയില്ല കേട്ടോ. 50 കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ചൂട്. അപ്പോൾ നമ്മളിങ്ങനെ കേബിളിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ സമയത്ത് കുറച്ച് സാധനങ്ങൾ അധികം വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലും പണിയെടുത്തിട്ട് അധികം പറഞ്ഞ സാധനങ്ങൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി മരാമത്ത് പണിയൊക്കെ ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ കേബിളിൽ ഇട്ടതിന് ശേഷം കുറച്ച് സ്ലീവ് അധികം വന്നു. ഈ സ്ലീവിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവറിനുള്ളിലോട്ട് കുത്തി കയറ്റി ഒരു സേഫ്റ്റി ഉണ്ടാക്കിയോന്ന് ആലോചിക്കും. സ്ക്രൂ ഡ്രൈവറിനൊന്നും പിടി മാത്രമേ ഉള്ളൂ. ആ സ്റ്റീൽ വരണടുത്തൊന്നും കവറിങ് ഇല്ല. അപ്പോൾ നമുക്ക് ഈ സാധനം ഇട്ടിട്ട് ഇതിനകത്ത് കുറച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ടൈറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഒരു സേഫ്റ്റി കൂടി കിട്ടും അതിനകത്ത്. ഇവിടെ ഈ അധികം പറഞ്ഞ സ്ക്രൂ ഡ്രൈവറുകൾക്കും ഈ സാധനത്തിൽ സ്ലീവ് ഉണ്ടാവില്ല കേട്ടോ. അതിലൊരു കോട്ടിംഗ് ഒന്നും ഉണ്ടാവില്ല. വെറും പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. ഞാൻ ഒരുപാട് നോക്കിയിട്ടും കാണുന്നില്ല. പിന്നെ ഉള്ളതൊന്നും വലിയ ക്വാളിറ്റി ഇല്ല. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ക്വാളിറ്റികളൊന്നുള്ള സാധനമൊന്നുമല്ല, തായ്വാൻ്റെതാണ്. പക്ഷേ അതിനുള്ള വില ഇതിനകത്തുള്ളൂ. ഏതാണ്ട് 8 റിയാൽ കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊരെണ്ണം കിട്ടും. പക്ഷേ നമുക്ക് 8 റിയാലിനുള്ള ഒരു ഉപയോഗമൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് കൂടിയതൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള പൈസയോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. കൊള്ളാം, വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു സാധനം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ലൈവായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് കൂടിയേ തീരുള്ളൂ കേട്ടോ. പിന്നെ അത് റിസ്ക് എടുത്ത് വലിയ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കൊന്നും ഇല്ല. നമുക്ക് ഇവിടെയൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ വർക്ക് എടുക്കാം. പക്ഷേ നമുക്ക് ആരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറ്റി കിടന്നു പോയാൽ നമ്മൾ തന്നെ കിടക്കും, നമുക്ക് അനുഭവിക്കേണ്ടി വരില്ലേ. സോ കറണ്ടിനോട് കളിക്കുമ്പോൾ ഒരു ഇച്ചിരി കെയറിങ് നല്ലതാണ്.